ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഒരു ജോലിക്ക് പോയിട്ട് സെറ്റായിക്കൊണ്ട് നിൽക്കണം കേട്ടോ. പിള്ളേരൊക്കെ വീഡിയോ എടുക്കാൻ എഴുതിക്കൊണ്ടിരിക്കും. നമ്മളത് ഇൻ്റർനെറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാനോട്ട് ഭയങ്കര മടി. പയ്യന്മാരൊക്കെ നോക്കി ഗ്രൂപ്പിൽ ആഴ്ചയിലൊക്കെ പോകും. ഗായ്സ്, അപ്പോൾ വണ്ടി എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. അതേപോലെ എന്നെപ്പോലെ പെടും. ഇതിൽ ജോലിക്ക് പോയിടത്തൊന്നും ജോലി ശരിയാവുന്നില്ല. അടുത്ത മാസം 1-7 പൈസ അക്കൗണ്ട് ഇടുകയും വേണം. പൈസ ഇല്ല, പഴമില്ല. ഒരു വണ്ടി എടുത്ത് ഇത് 1% എടുക്കരുതെന്നുണ്ടായിരുന്നു. 99% എടുക്കാനൊക്കെ തന്നെയായിരുന്നു പ്ലാൻ. അങ്ങനെ എടുത്ത് ചാടി പെട്ട് ഇപ്പം മൂഞ്ചിന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. അപ്പോൾ ചെറിയൊരു വ്ളോഗ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജോലിക്ക് പോകുന്നിടത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. സെറ്റായില്ല, പൈസ ഇല്ല. വണ്ടിക്ക് പേയ്മെൻ്റ് അടയ്ക്കാനെ കൊണ്ട് ഇതാണ് വണ്ടിയൊക്കെ അടിപൊളിയാണ്. കുറേ അടുത്ത് ഇങ്ങനെ ജോലിക്ക് വിളിച്ച് പോയി, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇതെന്താന്ന് ഇങ്ങനെ? ഇതിലെ ഇൻഡസ്ട്രിയൽ സമയത്താത്ത അതുപോലെ വണ്ടി എടുക്കരുത്. ഇനി അതിൻ്റെ പുറകിലോട്ട് വല്ല ട്രെയിൻ ട്രാവലും എല്ലാം ചെയ്ത് പുറകിലോട്ട് പോയിട്ട് വണ്ടി എടുക്കുന്നത് തടയാൻ വേണ്ടി എല്ലാം പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടവൊക്കെ അടയ്ക്കാൻ ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കഴിഞ്ഞ മാസം ഒരടവ് അടച്ചുണ്ടായിരുന്നു. ഈ 10-12 ദിവസത്തോടെ ഉണ്ട്. അപ്പോൾ അടുത്ത മാസം ആവുകയും ചെയ്തു. ഈ മാസം എന്ത് പെട്ടെന്നാണ് 1-18-19 ആയി. അതെന്താ സംഭവം ഒറ്റപ്പിടിയില്ല. അപ്പോൾ വീഡിയോയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്. വണ്ടി ഓടിക്കാനൊക്കെ സ്മൂത്താണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഈ റോഡൊക്കെ കണ്ടില്ലേ, ഭയങ്കര അടിപൊളി. വണ്ടിയൊക്കെ ഓടിക്കാൻ അടിപൊളിയാണ് ഗൈസ്. തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന്. ഇനി വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും റിയാക്ഷൻ എന്താവുമോ എന്തോ. അമ്മയുടെ അച്ഛൻ്റെ റിയാക്ഷൻ എന്താ? പണിക്ക് പോയില്ല, EMI അടയ്ക്കാൻ പറ്റത്തില്ല, വീട്ടിലെ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ഇത്രയും പ്രായമൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് തലയിൽ ഇച്ചിരി വെയിറ്റൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ജോലിക്ക് പോകാനൊരു സുഖം കിട്ടും, ഒരു ബാധ്യതയൊക്കെ ആവുന്നതാണ്. പക്ഷെ അതെല്ലാം തെറ്റാണ്. ഇപ്പം ബാധ്യത ആവുകയും ചെയ്ത് ജോലിയോട്ട് കിട്ടുന്നുമില്ല, വണ്ടിയുടെ EMI അടയ്ക്കാനും പറ്റുന്നില്ല. വീട്ടിൽ അച്ഛൻ കൊണ്ടുവരുന്ന ചോറ് എന്നും ഉളുപ്പില്ലാതെ തിന്നുകൊണ്ട് ഇങ്ങനെ അതും തിന്ന് ഇങ്ങനെ കിടക്കാനെ കൊണ്ട് വിളിച്ചിപ്പോൾ ആ 60 വയസ്സായി. അത്രയും വയസ്സുള്ള ആൾ ജോലിക്ക് പോയി, ഇത്രയും പ്രായമുള്ള മക്കൾ തിന്ന് കുടിച്ച് കിടക്കുകയെന്ന് വെച്ച് ഇത് ആക്കുന്നത് കൊണ്ടാണ് ഞാൻ ഓൾറെഡി ജോലിക്ക് ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. അത് മാത്രമല്ല, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ തലയെല്ലാം കൂടെ അങ്ങ് പെരുക്കും. തലയുടെ ഇടത്തെ സൈഡെല്ലാം കൂടെ പെരുത്തിട്ട് വീട്ടിൽ ഇരിക്കാൻ ആവത്തില്ല. നമ്മൾ അധികം കൂട്ടുകെട്ട് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ ടൈം വീട്ടിലിരിക്കുക, വേറെ അനാവശ്യ പരിപാടിക്കോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അങ്ങനെ വീട്ടിൽ ഇരുന്ന് തലയ്ക്ക് ഇതാവും ജോലിക്ക് പോയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കുന്ന 10-70,000 രൂപയ്ക്ക് ഒരു നല്ല മറ്റേ ഐപാഡ് വല്ലതും എടുത്തിട്ട് PUBG കളിക്കാൻ അറിയാവുന്നത് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്ത് വീട്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ അതിൽ നിന്നെങ്കിലും യൂട്യൂബിലിട്ട് സ്ട്രീം ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ. ഇത് വിചാരിച്ചത് വണ്ടി എടുത്തിട്ട് എന്തായാലും ജോലിക്ക് പോവാം, അപ്പോൾ അടവും ആവും, വീട്ടിലത്തേക്കും പൈസ കൊടുക്കാൻ പറ്റും. ഇപ്പം ജോലിയും കിട്ടുന്നില്ലേ, പിന്നെ വണ്ടിയുടെ അടവുമായി. ഇനിയും ഉളുപ്പില്ലാതെ അച്ഛൻ കൊണ്ടുവരുന്നത് ഫുഡും കഴിച്ച് ഇനി എത്ര ദിവസം ഇരിക്കും, അങ്ങോട്ട് പോകണമെന്നേ ഇല്ലേ. ചെറിയൊരു വീഡിയോ ചെയ്തതാണ് ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണോ സംഭവം? ഇതെന്താ ഇത്രയും നാൾ കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം കുറച്ച് നാളുകൊണ്ട് ജോലി കിട്ടാൻ പാട്. ഞാൻ വേറൊരു സംഭവം പറയാം, അത് അടുത്ത വീഡിയോ പറയാം. ഇതിപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ.